Hi friends, വീണ്ടും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെളുത്തുള്ളി ചട്നിയാണ്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചട്നിയാണ്. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ റെസിപ്പിയാണ്. ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു ബൗളിൽ 15 ഉണക്കമുളക് എടുക്കുക. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. 20 മിനിറ്റ് നേരം കുതിർക്കാൻ വെക്കുക. 20 മിനിറ്റ് നേരം കഴിയുമ്പോൾ മുളക് കുറച്ച് സോഫ്റ്റ് ആവും. വെള്ളം കളഞ്ഞ് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെക്കുക. ഇനി ഒരു പാനിൽ 2 ടീസ്പൂൺ എണ്ണ ചൂടാക്കുക. അതിലേക്ക് 15-18 വെളുത്തുള്ളി, 1 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ചേർത്ത് 1 മിനിറ്റ് മീഡിയം തീയിൽ വഴറ്റുക. ഇനി നേരത്തെ കുതിർത്ത ഉണക്കമുളക് ചേർക്കുക. 3 മിനിറ്റ് വഴറ്റുക. ഇനി ഒരു ഗ്രൈൻഡറിലിടുക. അരയ്ക്കുന്നതിന് മുമ്പ് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കുക. നല്ല കട്ടിയിൽ അരച്ചെടുക്കുക. ഒരു പാനിൽ 2 ടീസ്പൂൺ എണ്ണ ചൂടാക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുക. 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുക. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് കായപ്പൊടി ചേർക്കുന്നത്. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നേരത്തെ അരച്ചു വെച്ച ഉണക്കമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുക. 2 മിനിറ്റ് മീഡിയം തീയിൽ വഴറ്റുക. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ വെളുത്തുള്ളി മുളക് ചട്നി റെഡി. നല്ല എരിവുള്ള ചട്നിയാണ് കേട്ടോ. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. സാധാരണ ചട്നി പോലെയല്ല, കുറച്ച് ദിവസം എടുത്തു വെച്ച് ഉപയോഗിക്കാനും നമുക്ക് പറ്റും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.